Welcome to my YouTube channel. My new poem titled Sabhayam Veed means the house that is the church. It has a reference to the Gospel of St. Matthew, chapter 7, verses 24 to 27, wherein Jesus narrates the examples of houses built either on sand or on a rock. He says that the house built on a rock will stand even when the rain and thunderstorm lashes on it, as it is built on solid foundation, unlike the house that is built on sand. All those who listen to the word of God and do accordingly are wise as the man who built the house on the rock. Our church is our house that is built by Jesus on the solid foundation of our faith in Him. Satanic forces have always tried to destroy the church but have never succeeded. However, we should be careful about those who create discord from within the church. മണലിൽ പണിഞ്ഞൊരു വീടതിന് അടിസ്ഥാനമില്ല, കാറ്റും മഴയും അടിച്ചാലോ അതു തകർന്നിടും. അതു പണിയുന്നോൻ ബുദ്ധിഹീനൻ താൻ. പാറയിൽ പണിതൊരു വീടതിന് നല്ല അടിസ്ഥാനം, കാറ്റും മഴയും അടിച്ചാലും അതു തകരില്ല. അതു പണിയുന്നോൻ ബുദ്ധിമാൻ തന്നെ. ക്രിസ്തുവിൻ വാക്കുകൾ ഉൾക്കൊണ്ട് അതു ചെയ്യുന്നവനും പാറയടിസ്ഥാനത്തിന്മേൽ വീടുണ്ടാക്കുന്നവനും ഇരുവരും ഒരുപോൽ ബുദ്ധിമാന്മാർ തന്നെ. സഭയാം വീടു പണിഞ്ഞവനോ ക്രിസ്തു യേശുതാൻ. ആ വീടിൻ്റെ അടിസ്ഥാനം അവനിലെ വിശ്വാസം. ആ വീടൊരിക്കലും തകരുകയില്ല. അതിനെ തകർക്കാൻ നോക്കുന്നോർ അനവധിയുണ്ടാവാം. പ്രാരംഭം മുതലിങ്ങോളം അതു തന്നെ സത്യം. എന്നാൽ അവരൊന്നും വിജയിച്ചിട്ടില്ല. സാത്താൻ ശക്തികൾ അനവധിയായി ഇനിയുമുണ്ടാകും. കെണികളിൽ വീഴാതെ നോക്കാൻ ശ്രദ്ധിച്ചിടേണം. ഛിദ്രശക്തികളെ അകറ്റി നിർത്തേണം. തമ്മിൽ തമ്മിൽ ഛിദ്രിച്ചാൽ നാശമതുണ്ടാകും. കലഹപ്രിയരായോരെ നാം തിരിച്ചറിയണം. സഭയെന്ന വീട്ടിൽ സമാധാനമുണ്ടാകാൻ.